ഡോക്ടറെ ഈ അലർജി ഒന്നും ഒരു കാലത്തും മാറൂല, അതുകൊണ്ട് അതിന് അലർജി എന്ന് പേരിട്ടത്. എല്ലാ ഡോക്ടർമാരും പറയും ഈ അലർജി മാറുന്നു, പക്ഷെ അത് വെറുതെയാണെന്നാണ് ഒരു കമന്റ് കണ്ടു ഞാൻ. അങ്ങനെ ഒരു കമന്റ്, അതേപോലെ തന്നെ കമന്റ് ആണ് ഈ അലർജി കാരണം ജീവിതം മടുത്തു എന്ന് പറഞ്ഞു. ഈ അലർജി ഉള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നത് നമ്മൾ കുറ്റം പറയില്ല. കാരണം എന്നാല് അലർജി ഉള്ള ആൾക്കാരുടെ അവസ്ഥ കാലങ്ങാട്ടിൽ നിർത്താതെയുള്ള തുമ്മലായിക്കോട്ടെ, മൂക്കടപ്പായിക്കോട്ടെ, ജീവിതം തന്നെ മടുത്തൊരവസ്ഥ. രാവിലെ മുതൽ രാത്രിയുള്ള തുമ്മൽ എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമാണ്. അത് അലർജി ഉള്ള ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ അല്ലെ. ഇങ്ങനെയുള്ള ആൾക്കാര് നിങ്ങൾ ആലോചിക്കണേ, നിങ്ങൾ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഓരോ അലർജിക്കും, കാരണം പെർഫ്യൂം അലർജി ഉള്ള ആൾക്കാരുണ്ട്, പൊടി അലർജി ഉള്ള ആൾക്കാരുണ്ട്, പുക അലർജി ഉള്ള ആൾക്കാരുണ്ട്, അതേപോലെ അനിമലിന്റെ രോമങ്ങൾ അലർജി ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് അലർജി വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഓരോ കാരണങ്ങളാണ് അലർജിക്ക് അല്ലേ. അപ്പൊ ഈ ഓരോരോ കാരണങ്ങൾക്കും ഓരോരോ മെഡിസിൻ ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെയാണ് ഓരോ ആൾക്കാരുടെയും ഉറക്കത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതേപോലെ വേറെ എന്തെങ്കിലും ഹാബിറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അലർജി വരാം. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ് അലർജിന് മരുന്ന്. ചില ആൾക്കാരൊക്കെ കമന്റിൽ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഈ കണ്ണ് ചോദിച്ചിട്ടുണ്ട്, മൂക്ക് ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ എന്താ മരുന്ന് പറഞ്ഞുതരാൻ പറ്റും ചോദിക്കാറുണ്ട്. നമ്മളൊരു ഹെർബൽ പ്രൊഡക്റ്റ് അല്ല നമ്മളിവിടെ സെയിലാക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ ഓരോ വ്യക്തികളിലും നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാത്രമേ ഈ അലർജി മാറുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ അല്ലാതെ ഇപ്പം അലർജി മാറാനുള്ള കുറെ ടിപ്സ്, തുമ്മൽ കുറയാനുള്ള കുറെ ടിപ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ താൽക്കാലിക ശമനം മാത്രമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മരുന്നെടുക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് അലർജി മാറും തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്.